ഹലോ, ഗുരുവായൂർ പോയിട്ട് വന്നു. എനിക്ക് ഗുരുവായൂർ എന്ന് പറഞ്ഞാലേ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ അങ്ങനെയാണ് കേട്ടോ. ചാർജിങ് സ്റ്റേഷനാണ് ഇപ്പോൾ. അവിടെ പോകുമ്പോൾ ഇങ്ങനെ ചാർജ് ചെയ്തിട്ട് തിരിച്ചു വരും. ആ ചാർജാണ് ഞാനിപ്പോൾ ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ഇന്നലെ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. എനിക്ക് കേൾക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ, ചേച്ചി എവിടെ പോയി ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലർ മെസ്സേജസ് അയച്ചിരുന്നു. അപ്പോൾ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ്, ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം സിംഗിൾ ചിൽഡ്രൻ്റെ ടാൻഡ്രംസിനെ പറ്റിയും അവരുടെ ലൈഫിനെ പറ്റിയും. അവർക്ക് ടാൻഡ്രംസ് അല്ല അവരുടെ സാധാരണ ബിഹേവിയർ ആണ്, എന്നാൽ കൂടെയും അവർ നേരിടേണ്ടി വരുന്ന ചില ഡയലമാസ്, ലൈഫിലുള്ള ഡയലമാസ്. അത് എല്ലാവർക്കും ഒരേപോലെ ആണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ മകളൊരു സിംഗിൾ ചൈൽഡാണല്ലോ, ഞാൻ സിംഗിൾ ചൈൽഡല്ല, എനിക്ക് എൻ്റെ ബ്രദറുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാത്തിനും ഒരു ആളുണ്ട് എന്നുള്ള ഒരു സ്വകാര്യ അഹങ്കാരമാണ് എൻ്റെ ബ്രദർ. എനിക്ക് എപ്പം എന്ത് കാര്യമാണെങ്കിലും ഓടി വരും. എനിക്ക് ചെറുപ്പത്തിലേ എപ്പോഴാണെങ്കിലും എനിക്കൊരു ബ്രദർ ഉണ്ടെന്നുള്ളത് ഭയങ്കര അഭിമാനമാണ്. കാരണം എനിക്ക് ഹീ ഈസ് ദെയർ ഫോർ എവറിത്തിങ്, അങ്ങനെ ഒരു ചിന്തയാണ് എനിക്ക് കേട്ടോ. അത് കറക്റ്റുമാണ്, എനിക്ക് എപ്പോഴും അങ്ങനെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ പറയുന്ന ഈ സിംഗിൾ ചിൽഡ്രൻ ആകുമ്പോഴേ അവർക്ക് അങ്ങനെ ഒരു സിബ്ലിങ്സിൻ്റെ കൂടെ ഉള്ള ഒരു ബോണ്ടേജ് അറിയില്ല. പിന്നെ അവർക്ക് വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഒറ്റക്കുട്ടിക്ക് എല്ലാവരും എല്ലാം ചെയ്തു കൊടുത്ത്, ഈ അച്ഛനും അമ്മമാരും ഒക്കെ ആണെങ്കിലും ചെയ്തു കൊടുത്തിട്ട് അതൊരു ശീലമായി. അവർക്ക് ഒറ്റക്കുട്ടികൾ ഇങ്ങനെ ഒന്നും ഷെയർ ചെയ്യില്ല. അത് അവരുടെ ഇമോഷൻസ് ആണെങ്കിൽ പോലും ഷെയർ ചെയ്യില്ല. ഇതൊക്കെയാണ് ഞാൻ കണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ഒറ്റക്കുട്ടികളില്ലേ, അവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ് ഈ പ്രായത്തിൽ ആകുക എന്ന് ഞാൻ ചിന്തിച്ച് നോക്കുമായിരുന്നു. എൻ്റെ പ്രായത്തിലേക്ക് എൻ്റെ മകൾ വരുമ്പോൾ എന്തായിരിക്കും. അത് ഒരു വലിയൊരു ക്വസ്റ്റ്യനാണ്. ചില സമയത്തുണ്ടല്ലോ ആ ബിഹേവിയർ അത്ര കണ്ടൂസീവ് ആയിരിക്കില്ല ഒറ്റക്കുട്ടികളുടെ. എന്നാൽ ചിലപ്പോൾ ഒറ്റക്കുട്ടികൾ ഒറ്റ മകനെയും കല്യാണം കഴിച്ചിട്ട് കറക്റ്റ് ആകും എന്ന് വിചാരിച്ച് പോകുന്നവരുണ്ട്. അതൊന്നുമല്ല വേണ്ടത്. അവർക്ക് ശരിയായ പെർസ്പെക്റ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒറ്റക്കുട്ടി സിൻഡ്രോം എന്ന് പറഞ്ഞ കാര്യം മാറിക്കോളും. ഹസ്ബൻഡ്സ് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാറും അവരുടെ. ചിലപ്പോൾ ഹസ്ബൻഡ് വിൽ ബിക്കം ദ വേഴ്സ്റ്റ് ഫ്രണ്ട് ഓൾസോ. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് ചേച്ചി പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ചെറുപ്പം മുതലേ ഈ ഒറ്റക്കുട്ടികൾക്ക് നീ ഒറ്റക്കുട്ടിയാണെന്നുള്ള പാമ്പറിങ് അത് വേണ്ട. ചിലതൊക്കെ അവർക്ക് ഡിനൈ ചെയ്യാം. പിന്നെ ചില സമയങ്ങളിൽ അവരെ ഒറ്റയ്ക്ക് വിടണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനെപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അതെൻ്റെ കുറ്റം കൊണ്ടിട്ട് അതിൽ ഹെലികോപ്റ്റർ പേരൻറ്റിംഗ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എപ്പോഴും ഞാൻ എൻ്റെ മകളുടെ പിന്നാലെ ഇങ്ങനെ നടക്കും. മോളെ അവിടെയാണ്, മോൾ ഇവിടെയാണ്, അങ്ങനെ. അത് പെൺകുട്ടി ആയതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. എനിക്കതൊരു വല്ലാത്ത ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ ബ്രദറും അവിടെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവനും അങ്ങനെ തന്നെയായിരുന്നു. ദീപ്ഷിക എവിടെ പോയി അങ്ങനെ അവളുടെ എപ്പോഴും ഇങ്ങനെ ഒരു ഇതിൽ കൊണ്ട് നടക്കുമായിരുന്നു, ലൈക്ക് ഒരു പ്രൊട്ടക്റ്റഡ് ഇതിൽ കൊണ്ട് നടക്കുമായിരുന്നു. പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കാം. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് എന്തും കിട്ടും. നമ്മൾ പറയുന്ന അച്ഛനും അമ്മയും സമ്പാദിക്കുന്നതല്ല ഇവർക്കാണല്ലോ. അവർക്ക് പ്രോപ്പർട്ടിയുടെ ഡിവൈഡ് ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ. അപ്പോൾ കുറച്ചൊരു പൊസസീവ്നെസ് അവരുടെ ക്യാരക്ടറിൽ അങ്ങോട്ട് ഇൻ്റർമിങ്കിൾഡ് ആകുമോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. പിന്നെ ഇവരുടെ ഈ ക്യാരക്ടറില്ലേ, ഈ ഒരുപാട് ആളുകളായിട്ട് ചിലപ്പോൾ മിങ്കിൾ ചെയ്യില്ല. ചിലത് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവർക്ക് വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് ദേ വിൽ ട്രൈ ടു മേക്ക് ഫ്രണ്ട്സ് ഔട്ട്സൈഡ്, അങ്ങനെയും ഉണ്ടായിരിക്കാം. അപ്പോൾ അത് ഓരോ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവർ ചിലപ്പോൾ പരിണാമം സംഭവിച്ചേക്കാം, അല്ലേ? അവർക്ക് ഇവല്യൂഷൻ ഉണ്ടായേക്കാം. പക്ഷേ സാധാരണ കാണുന്ന ഒരു സിൻഡ്രോം ഞാൻ പറയട്ടെ. ഇപ്പോൾ കുറച്ചൊരു കസിൻസ് ഗ്രൂപ്പാണെങ്കിൽ ഇവള് മാത്രം ഒറ്റക്കുട്ടിയും ബാക്കി കസിൻസ് സിബ്ലിങ്സ് ഉണ്ടാവും. അവർ 3 മക്കളൊക്കെ ആണെങ്കിൽ ഈ ഒരു കുട്ടിക്ക് ഷീ മൈറ്റ് ഫീൽ ബാഡ്. അയ്യോ, ഞാൻ അവരുടെ ഗ്രൂപ്പിൽ ഒറ്റപ്പെട്ടു പോകുമല്ലോ, അവരെല്ലാവരും ഒന്നിച്ച് ആണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി വെൻ ദർ ഇസ് കസിൻ റിവൽറി. കസിൻസ് തമ്മിൽ ഒരു കുശുമ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് എഡ്യൂക്കേഷൻ. ഇവൾക്ക് ഇത്ര മാർക്ക് കിട്ടി, അത് എസ്പെഷ്യലി വെൻ കസിൻസിൻ്റെയൊക്കെ ഏജ് ഗ്രൂപ്പൊക്കെ ഏകദേശം സെയിം ആയിരിക്കുമ്പോൾ അവരെടുക്കുന്ന വിഷയമാണ് ബെസ്റ്റ്, ഈ കുട്ടി എടുക്കുന്നത് നല്ലതല്ല, അങ്ങനെയൊക്കെ കമ്പാരിസൺ വരും. അതല്ലെങ്കിൽ ഇഫ് ഷീ ഈസ് ദ വൺ ഹൂ ഈസ് വെരി ഗുഡ് അറ്റ് സ്റ്റഡീസ് ആണെങ്കിൽ ഈ ഒറ്റക്കുട്ടീനെ എമുലേറ്റ് ചെയ്യാനായിട്ട് അതർ കസിൻസ് തുടങ്ങും. അങ്ങനെ അവിടെ ഒരു എന്താ പറയുക, ടഗ് ഓഫ് വാർ
അത് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എങ്ങനെ തരണം ചെയ്യണമെങ്കിൽ ഈ കസിൻസിൻ്റെയൊക്കെ കൂടെ എപ്പോഴും ഒരു കമ്പൈൻഡ് ടൂർ പോകാൻ നോക്കുക, അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടുള്ളൊരു പാർട്ടി നടത്താൻ പറ്റുക. അപ്പോൾ പുറത്ത് പല രാജ്യങ്ങളിൽ ജീവിക്കുന്ന സിബ്ലിങ്സും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ മക്കളൊക്കെ അവിടെ തന്നെ ആയിരിക്കില്ലേ. സോ ഇൻവൈറ്റ് ദം ടു യുവർ ഹൗസ് ഇഫ് യു ആർ ഗോയിങ് ടു സ്റ്റേ ഇൻ അതർ പ്ലേസ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ പറ്റുക. ഇപ്പം അതിന് ട്രാവൽ ചെയ്യാനുള്ള ഫിനാൻഷ്യൽ കണ്ടീഷൻ അല്ല ഇന്ത്യയിൽ താമസിക്കുന്നവരെങ്കിൽ ആ ഇന്ത്യയിൽ താമസിക്കുന്നവരെ ഒരു പ്രാവശ്യമെങ്കിലും ഈ പുറത്ത് താമസിക്കുന്നവർക്ക് സ്പോൺസർ ചെയ്യാം അല്ലേ. ഒരു പ്രാവശ്യം അവരെ ഒന്ന് കൊണ്ടുപോകാം, ഈ പറഞ്ഞ ഈ കസിൻ കുട്ടികളെ. അതല്ലാതെ എല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അങ്ങനെ എന്തെങ്കിലും ഒരു ഇവൻറ്റിന് കൊണ്ടുപോകാം, അവരെ ക്ഷണിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവും. ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ അരവിന്ദിൻ്റെ സിസ്റ്ററിൻ്റെ മക്കളെയും പിന്നെ അരവിന്ദിൻ്റെ ബ്രദറിൻ്റെ മക്കളെയൊക്കെ ഞാൻ ഭയങ്കര ക്ലോസ് നിറ്റ് ആക്കാൻ നോക്കാറുണ്ട്. ലൈക്ക് ഐ യൂസ് ടു ഗിവ് ദം ലോട്ട് ഓഫ് കംഫർട്ട് ലെവൽ. ഞങ്ങൾ താമസിക്കുന്നിടത്ത് വിളിക്കും, ഞാൻ കൊണ്ടുപോകാറുണ്ട് ഇതിനെല്ലാം, എന്താ പറയുക, മൂവീസിനൊക്കെ, അങ്ങനെയൊക്കെ ശ്രമിക്കാം. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മോന് ഞങ്ങൾ ഭയങ്കര ബോണ്ടഡാണ്. ഞാനത് ചെറുപ്പം മുതലേ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ നന്നായിട്ട് ബോണ്ടഡാണ്. പിന്നെ അത് ആ ബോണ്ട് ഇങ്ങനെ വളർന്ന് വന്നോളും. നമ്മൾ ചെറുപ്പത്തിലേ അത് ശ്രദ്ധിച്ച് ആ കുട്ടികൾക്ക് തമ്മിൽ വേർതിരിവില്ലാണ്ട് കൊണ്ട് നടക്കുമ്പോൾ. പിന്നെ എൻ്റെ മകൾ ഒരുപാട് മുതിർന്നതിന് ശേഷമാണ് എൻ്റെ അനുജന് മകനുണ്ടായത്. അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. അതായത് എൻ്റെ മോൾക്ക് ഭയങ്കര കെയറിങ് ആണ് ബ്രദറിൻ്റെ മകന്. സോ അങ്ങനെ അവർ ഒരു പ്രത്യേക കാറ്റഗറിയാണ് അങ്ങനെ കേട്ടോ. അപ്പോൾ അതും നല്ലതല്ലേ. അങ്ങനെ നമ്മൾ ആ ബോണ്ടിങ് വി ഷുഡ് എൻറിച്ച് ദിസ് റിലേഷൻഷിപ്പ്. അതില്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടം വരെയാണ് നമുക്ക് പേരൻസ് അല്ലെങ്കിൽ ആസ് എന്താ പറയുക അങ്കിൾസ് ആൻഡ് ആൺസ് വോട്ട് വി ക്യാൻ ഡു. ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റും. എന്തിന്? ഇവരിലൊരു ബോണ്ടിങ് ഉണ്ടാക്കാനാണ്. സെക്കൻഡ് തിങ്, ബെറ്റർ നോട്ട് ടു കമ്പയർ ദിസ് ചിൽഡ്രൻ. അതായത് എൻ്റെ മകൻ അവരെക്കാളും ബെറ്ററാണ്, അല്ലെങ്കിൽ എൻ്റെ മകൾ അവരുടെ മകളെക്കാളും ബെറ്ററാണ്, എൻ്റെ മകൾ മെഡിസിനാണ് പഠിക്കുന്നത്, എൻ്റെ മകൾ ബ്യൂട്ടിഫുള്ളാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ മറ്റ് സിബ്ലിങ്സിൻ്റെ മക്കളുമായിട്ട് നോ കമ്പാരിസൺ. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ്. എപ്പോൾ വേണമെങ്കിലും ഈ കാര്യങ്ങളൊക്കെ മറിയാം അല്ലേ. എപ്പോൾ വേണമെങ്കിലും ഈ കാര്യങ്ങൾ ഇപ്പുറത്തെ ടേബിളിലേക്ക് മാറാം അല്ലേ. ദ ടേബിൾസ് മൈറ്റ് ഷിഫ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? യു ഷുഡൻറ്റ് ഡു ദാറ്റ്. അതാരാ ചെയ്യേണ്ടത്? അത് നമ്മൾ അഡൾട്ട്സ് എന്ത് ചെയ്യണം? നെവർ കമ്പയർ. ഇപ്പം ആയിരിക്കാം, ഇപ്പം എൻ്റെ മകൾ ചിലപ്പം കുറച്ച് എഡ്യൂക്കേഷനിൽ പുറകോട്ടായിരുന്നിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ആ കുട്ടി എൻ്റെ മകളുടെ അടുത്ത് പറയരുത്, നോക്കൂ അവരിതിന് പഠിക്കുന്നു. നെവർ. അത് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ ചെയ്യുമില്ല. ആ കുട്ടികളുടെ അച്ഛനും അമ്മയും ചെയ്യുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ ദാറ്റ് ഈസ് വെരി വെരി ബാഡ്. ബിക്കോസ് ഈച്ച് ഹാസ് ഗോട്ട്, അതായത് ഈച്ച് ഗ്രെയിൻ ഹാസ് ഗോട്ട് എൻഗ്രേവ്ഡ് വിത്ത് യുവർ നെയിം കേട്ടോ. ദ ഗ്രെയിൻ വിച്ച് യു ആർ ഗോയിങ് ടു ഈറ്റ് ഹാസ്, എന്താ പറയുക, യുവർ നെയിംഡ് എൻഗ്രേവ്ഡ് ഓവർ ദർ. അങ്ങനെ കേട്ടിട്ടില്ലേ? ബൈബിൾ വാചകമാണ്. നിങ്ങൾ കഴിക്കുന്ന ഓരോ ധാന്യത്തിലും നിങ്ങളുടെ പേര് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലേ. കാരണം അതില്ലാതെ നിങ്ങളിലേക്ക് വരില്ല എന്ന്. അതായത് നിങ്ങളെ തേടി വരേണ്ടത് എന്തെന്ന് ആദ്യമേ നിശ്ചയിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വന്നിരിക്കും. ഞാൻ ആദ്യം എൻ്റെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഡോക്ടർ ആവാനായിരുന്നു ഇഷ്ടം എന്ന് പറഞ്ഞ് ഞാൻ നടക്കുമായിരുന്നു. ബട്ട് ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, ഞാനൊരു നല്ല ഡോക്ടർ ആവുമായിരുന്നു. ഞാൻ ഭയങ്കര വാചാലയല്ലേ. ഞാൻ എപ്പോഴും വരുന്ന പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ വാചകം അടിച്ചിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഞാൻ അവരുടെ ഹെൽത്ത് നോക്കി അടുത്തടുത്ത ആൾക്കാരെയല്ലേ നോക്കണ്ടത്. അങ്ങനെ ഞാനിപ്പോൾ വിചാരിക്കാറുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം എൻ്റെ എന്താ പറയണേ, ഈ കരിയർ ഇങ്ങോട്ട് ഈ വക്കീലായിട്ട് വന്നത് അതുകൊണ്ടായിരിക്കാം, എൻ്റെ വാചാലത കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ലാംഗ്വേജ് നന്നായി കൈകാര്യം ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അല്ലേ. മേ ബി സൈക്യാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റൊക്കെ ആയാൽ നന്നായിരിക്കും. ആളുകളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നൈപുണ്യം ഉള്ളവർക്കാണല്ലോ അത് പറ്റുക. അതൊരു കാര്യം. പിന്നീട് ഈ പറഞ്ഞു വരുന്ന കാര്യമല്ലേ, അടുത്ത സ്വത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. 2 കുട്ടികളുണ്ടെങ്കിൽ ആ സ്വത്ത് പങ്കുവെക്കണം എന്നുള്ളത് നമ്മൾ ആദ്യമേ പറയും. ഇത് 2 പേർക്കും കൂടെ ഉള്ളതാണെന്നൊക്കെ പറയും അല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കൊരു ഇത് നമ്മൾ പങ്കുവെക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ ഒരു കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ വീട്ടിൽ എന്തായാലും ഒറ്റയ്ക്ക് ആ കുട്ടിക്ക് കഴിക്കാൻ പറ്റില്ല. ഹാഫ് യു ഹാവ് ടു ഗിവ് യുവർ ബ്രദർ ഓർ ഹാഫ് യു ഹാവ് ടു ഗിവ് യുവർ സിസ്റ്റർ അല്ലേ. പണ്ട് 10th ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ബ്രദർ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
ഞാനൊരു 3rd സ്റ്റാൻഡേർഡൊക്കെ ആയപ്പിന്നെയാണ് എൻ്റെ അനുജന് LKGയിലേക്കൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ സ്കൂളിൽ ബർത്ത്ഡേക്ക് ഈ പാരി മിഠായി എന്ന് പറഞ്ഞ സാധനമില്ലേ, അത് കുട്ടികൾ അന്ന് അത്രയ്ക്ക് കൊണ്ടുവരുള്ളൂ, അത്രയ്ക്ക് പേരൻസ് ഓൾസോ വിൽ ഗീവ്, കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കും ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും പിള്ളേരൊക്കെ ബർത്ത്ഡേ വരാനായിട്ട്. എനിക്ക് മാത്രം ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്നറിയോ, മാർച്ച് 26-ാം തീയതി അല്ലേ, 20-ാം തീയതി ആകുമ്പോഴേക്കും സ്കൂൾ അടയ്ക്കും മിക്കവാറും. അപ്പോൾ അല്ലെങ്കിൽ പരീക്ഷയായിരിക്കും ഞങ്ങൾക്ക്. അപ്പോൾ അന്നത്തെ ആ സമയത്തൊന്നും ഇത് വിതരണം ചെയ്യാനൊരു ടൈമൊന്നും അങ്ങനെ കൊടുക്കാറില്ല സിസ്റ്റേഴ്സ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് എനിക്കത് അയ്യോ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല, എനിക്ക് അവർക്കൊക്കെ സ്വീറ്റ് കൊടുക്കണം അങ്ങനെയൊക്കെ തോന്നാറ്. എന്നിട്ട് ഞാൻ 1-2 പ്രാവശ്യം നിർബന്ധിച്ച് പരീക്ഷയുടെ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് കാണുന്ന അവർക്ക്, ഞാൻ തന്നെയായിട്ട് പോയിട്ട്. ബട്ട് ഐ വോണ്ട് the class teacher to call me to the friend and say today is Zaga's birthday, let us sing a birthday song for her. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആണല്ലോ നമ്മൾ പിള്ളേരെയൊക്കെ ബർത്ത്ഡേയുടെ അന്നൊക്കെ ചെയ്യുക. അത് എനിക്ക് മിസ്സാവാറുണ്ട്. ബിക്കോസ് ഈ സമയമായതുകൊണ്ട്, എന്താണ് ക്ലാസ്സില്ല, ഈ പരീക്ഷ സമയമായതുകൊണ്ട്. അപ്പോൾ ഈ മിഠായി അച്ഛൻ കേൾക്കുമ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്താ മിഠായി. ഞാനത് ഇങ്ങനെ കൊലോക്കിയലായിട്ട് പറയണം. ഈ മിഠായി ഞാൻ എൻ്റെ ബ്രദറിന് കൊണ്ടുവരും. യു നോ വാട്ട് ഐ യൂസ് ടു ഡു, ഐ യൂസ് ടു 2 എണ്ണം കിട്ടുകയാണെങ്കിൽ 1 എണ്ണം എന്തായാലും എടുത്ത് വെക്കും കേട്ടോ. 2 എണ്ണം കിട്ടിയില്ലെങ്കിൽ ഞാൻ കുറച്ചിങ്ങനെ കടിച്ചിട്ട് പകുതി ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുവരും. പിന്നെ അപ്പോൾ അത് ചെറിയ മോനല്ലേ, അത് കാണുമ്പോഴേക്കും ഇങ്ങനെ എടുത്തു കഴിയും, മോൻ ചേച്ചി മിഠായി എന്ന് പറഞ്ഞിട്ട് കഴിക്കുമായിരുന്നു. സോ ഹീ വാസ് തിങ്കിങ് അബൌട്ട് സ്കൂൾ ആസ് ഇങ്ങനെ മിഠായിയും അതൊക്കെ കിട്ടുന്നത്. പക്ഷേ സ്കൂളിൽ പോയിട്ട് ഇരിക്കുമ്പോൾ എൻ്റെ ബ്രദർ ഉണ്ടല്ലോ, ഞാൻ ആ സ്കൂളിൽ തന്നെയാണല്ലോ, അപ്പം ഞാൻ അപ്പുറത്ത് കൂടി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്നെ കാണുമ്പോഴേക്കും അലറിക്കറിയാൻ തുടങ്ങും. LKG ക്ലാസ്സിലിരുന്നിട്ട് എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട്. ഹി വാസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ആ ബോണ്ടിങ് ഒക്കെ നമുക്ക് മിസ്സാകും ഒരു ഒറ്റ കുട്ടിക്ക്. അറിയാൻ പറ്റില്ല ആ ചേച്ചിയെ കാണുമ്പോൾ ഉള്ള അനുജൻ്റെ സ്നേഹം, അതൊന്നും അറിയാൻ പറ്റില്ല അല്ലേ. ഇതേപോലെ ഒരു ഓർമ്മയാണ് എൻ്റെ ബ്രദറും ഞാനും സ്കൂളിൽ ഇറങ്ങിയിട്ട് നടന്നു വരുമ്പോൾ. അന്ന് ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസിലൊക്കെ ഒരു ഭാണ്ഡക്കെട്ട് പോലത്തെ ബുക്സാണ് ഉണ്ടാവുക, നോട്ട്ബുക്ക്, പിന്നെ അതിന് ഇത് എന്തൊക്കെയോ ഉണ്ടല്ലോ, കുറേ ടെക്സ്റ്റ് ബുക്സും നോട്ട്ബുക്കും അല്ല, വലിയ ഭാണ്ഡമായിരിക്കും. അപ്പോൾ അത് ഈ എൻ്റെ അനുജൻ വളരെ മെലിഞ്ഞിട്ടാണ്, ചുമക്കാനേ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെയും എടുക്കും, അമ്മോൻ്റെയും ഇതാന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വരും ആ ഇത്. കാരണം ഇത് ഓടി വന്നിട്ട് ഈ വിൽ നോട്ട് സ്റ്റേ. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറൊരു പരിപാടി കണ്ടുപിടിച്ചു. 2ഉം കൂടെ ചുമക്കുമ്പോഴും ഞാനും കുട്ടിയാണേ. അപ്പോൾ എനിക്കും അത് ബുദ്ധിമുട്ടാകാൻ തുടങ്ങിയിരുന്നേ. ഇത് ഞാൻ പഠിച്ചത് എവിടെ നിന്നാണ്, എൻ്റെ അച്ഛമ്മ ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുമായിരുന്നു അച്ഛമ്മയ്ക്ക് വയ്യാണ്ടാവുന്നതിന് മുമ്പ്. അപ്പോൾ എപ്പോഴും മോൻ്റെയും മേടിച്ച് പിടിക്കുമ്പോൾ എൻ്റെയും മേടിച്ച് പിടിച്ച് ഞങ്ങൾ കൂളായിട്ട് നടന്നു വരുമായിരുന്നു. അപ്പോൾ ഈ 2 മക്കളെയും അവർ ഒരേപോലെ സ്നേഹിച്ച് കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഈ എന്താ പറയുക, ഈ ഭാരം കുഞ്ഞുങ്ങളെ കൊണ്ട് ചുമപ്പിക്കരുതെന്ന് അല്ലേ. അത് ഞാൻ പഠിച്ചില്ലേ, കണ്ടുപിടിച്ചില്ലേ, അതുകൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് ഞങ്ങളെന്താ ഈസി വേ കണ്ടുപിടിച്ചെന്നറിയോ, കാളവണ്ടിയില്ലേ, ആരൊക്കെ കണ്ടിട്ടുണ്ടാവും കാളവണ്ടി. എൻ്റെ പ്രായമുള്ളവരെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഷുവർ. എന്നെ കേൾക്കുന്ന മറ്റു കുഞ്ഞു മക്കളൊക്കെ കണ്ടിട്ടുണ്ടാവും ഗ്രാമങ്ങളിൽ. പിന്നെയും ഉണ്ട്, അതിൽ വലിയ ആ ചക്രം ഇങ്ങനെ ഉരുണ്ട് പോകുമ്പോഴേ ഒരു സൗണ്ട് കടക്കടക്കടക്കടക്കടക്ക് എന്ന് പറഞ്ഞത്. കാരണം നിറച്ച് കല്ലാണ്, ഇവിടെ ഒന്നും ടാർഡ് റോഡൊന്നും അല്ല. അപ്പോൾ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് കുറച്ചുള്ളിലേക്ക് വരണം, ഞങ്ങളുടെ വീട്. സ്കൂൾ ബസ് ഉള്ളിലേക്ക് വരില്ല, ഓൺലി ഇൻ ദ മെയിൻ റോഡേ നിർത്തുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഈ കല്ല് കൊണ്ടുപോകുന്ന വണ്ടി ഉണ്ട്, അതിൻ്റെ പുറത്ത് ഞങ്ങളുടെ ഈ ബാഗെല്ലാം കൂടെ അവിടെ വെച്ച് അവസാനം അതിൽ കൽപ്പൊടിയൊക്കെ ആകുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ചില സമയത്ത് ഈ ആൺകുട്ടികൾ അതിൻ്റെ മുകളിൽ ചാടി കയറി ഇരിക്കാനൊക്കെ നോക്കുമായിരുന്നു. ഇച്ചിരി കൂടെ വലുതായി കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രദർ അതിൽ ചാടി കയറി ഇരുന്ന്, അവൻ്റെ ഞങ്ങളുടെ ഒരു കസിൻ്റെ മോനുണ്ട്, 2 പേരും കൂടെ അതിൽ കയറി വരുമായിരുന്നു. ഉടമ്പര് വരുമ്പോഴേക്കും മേല് വേദന എടുക്കും, ഇങ്ങനെയല്ലേ പോണത്. അപ്പോൾ ബാഗ് മാത്രം വെക്കുന്നതാണ് ഉചിതം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ വെച്ചിട്ട് വരുമായിരുന്നു. ഇതൊക്കെ എൻ്റെ ഓരോ ഓർമ്മകളാണ്. പിന്നെ മഴക്കാല ഓർമ്മകളും ഇതേപോലെ തന്നെയാണ്. കസിൻസൊക്കെ വരുന്നത്, എൻ്റെ കസിൻസ് അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ മക്കൾ വരുന്നത്, ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പായലാണ് കിടന്നുറങ്ങുന്നതെന്ന്. മറ്റേ നെത്തപ്പായ എന്ന് പറഞ്ഞൊരു പായ കിട്ടും പണ്ട്, ഇപ്പോൾ ഉണ്ടോ ആവോ. ആ പായയിലാണ് എല്ലാവരും നിരത്തി ഒരു ഹാളിൽ കിടന്നുറങ്ങുക. മുതിർന്നവരൊക്കെ ഉള്ള കട്ടിലൊക്കെ സ്ഥാനം പിടിക്കും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് എനിക്ക് ഈ ഓർമ്മ അല്ലേ. എല്ലാവരും 2-3 പിള്ളേരുണ്ടെന്ന്. അപ്പോൾ വീട് നിറച്ച് കുട്ടികൾ കളിക്കാനായിട്ട്. ഇതൊന്നും ഇല്ലാതെയാണ് ഈ ഒറ്റക്കുട്ടി വളർന്നു വരുന്നത്. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റില്ല ഈ ഒരു കോമ്രേഡ്ഷിപ്പ് എന്താണെന്നുള്ളത്, അവർക്ക് മനസ്സിലാവില്ല പെട്ടെന്ന്. ബിക്കോസ് അത് വളരെ സ്വാഭാവികമായിട്ട് നമ്മളിലേക്കൊക്കെ വരുന്ന കാര്യമാണ്. ഇതിന് വേണ്ടിയിട്ട് ഈ കുഞ്ഞുങ്ങൾ എഫേർട്ട് എടുത്ത് കാണിക്കണം, മനസ്സിലായില്ലേ. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾ എൻ്റെ അടുത്തോട്ട്. പക്ഷെ അവരുടെ ഒരു കോമിക് എടുത്താൽ അവർക്ക് ഇഷ്ടാവില്ല ചിലർക്ക്.
മനസ്സിലായോ? പിള്ളേർക്ക് ഒറ്റ പിള്ളേരുടെ കാര്യമാണ് പറയുന്നത്. അവരുടെ എന്തെങ്കിലും തിങ്സ് ആണെങ്കിൽ അവർ ഭയങ്കര സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ശ്രദ്ധ മുഴുവനും ആ ബുക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ആ കുട്ടിയുടെയൊക്കെ മുഖം മാറണതാണ്. അയ്യോ അവരെൻ്റെ ബുക്ക് ഇനി എന്താ ബുക്കിനെ മാൻ ഹാൻഡിൽ ചെയ്യുമെന്ന് എൻ്റെ മോള് ചെയ്യിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാരെ അടിക്കുന്ന പോലെയാണ്. അവൾക്ക് ബുക്കിൻ്റെ ഡോഗ് ഇയേഴ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവൾ പറയണത് അതിന് ജീവനുണ്ടെന്നാണ്. ബുക്ക് ഓൾസോ ഹാസ് ഗോട്ട് ലൈഫ്, യു കോൺട്ട് ട്രീറ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ് എന്ന് പറയും. അത് ഒരു ലിവിങ് ബീയിങ്ങിൻ്റെ പോലെ അവൾ ട്രീറ്റ് ചെയ്യണം. അത് അവളുടെ പേഴ്സ്പെക്റ്റീവാണ്. ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങളൊക്കെ വിളിച്ചു പറയും ഈ പിള്ളേരൊക്കെ. അതാണ് അവരുടെ ലോകം. പിന്നെ എന്താ ചെയ്യുക, അവർക്ക് ആ ബുക്സിനോടായിരിക്കും കസിൻസിനേക്കാളും കൂടുതൽ അടുപ്പുണ്ടായിട്ടുണ്ടാവുക. പിന്നെ ഈ കസിൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, അവരൊരു ഗ്രൂപ്പ് ഓഫ് സിബ്ലിങ്സ് ആയിരിക്കും വരുന്നത് നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ ഒറ്റക്കുട്ടിക്ക് ഒറ്റപ്പെട്ട് പോകാൻ സാധ്യതയുണ്ട്. പേരൻസ് അത്ര ശ്രദ്ധിക്കില്ല. ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കുക? എപ്പോഴും വരുന്ന ഗസ്റ്റുകൾക്കാണ് നമ്മുടെ വീട്ടിലൊക്കെ അതിഥി ദേവോ ഭവ എന്നും പറഞ്ഞ് പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ അമ്മ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ അമ്മ അപ്പച്ചിമാരുടെ മക്കൾ വരുമ്പോഴേക്ക് അവരെല്ലാവരും എൻ്റെ വാർഡ്രോബൊക്കെ റാൻസാക്ക് ചെയ്യും. ആകെ കുറച്ച് ഡ്രസ്സേ എനിക്ക് തന്നെ ഉള്ളൂ. എല്ലാം എടുത്തിട്ട് ഓരോരുത്തർ ഇട്ട് നിൽക്കുന്നുണ്ടാവും. എൻ്റെ അടുത്ത് വലുതായി കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്കെയാണ്. എന്നാലും ഐ നെവർ യൂസ് ടു എന്താ പറയുക തിങ്ക് അവരെടുക്കുമ്പോൾ അവരെടുത്തോട്ടെ അല്ലേ, എനിക്ക് കുറച്ചേ ഉള്ളൂ, എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും അവരെടുക്കുമ്പോൾ ഞാൻ അങ്ങനെ തിങ്ക് ചെയ്യാറില്ല. കാരണം ദേ ആർ മൈ കസിൻസിലെ അവരോട് ഭയങ്കര സ്നേഹമാണ്. അവർ വരുന്നതാണ് നമുക്കിഷ്ടം. അവർക്ക് ഡ്രസ്സ് ഇല്ലാത്തോണ്ടല്ലേ നമ്മൾ എടുക്കണം. അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കോംറേഡ്ഷിപ്പ് വരും. പക്ഷേ പിന്നീട് ഒരുപാട് വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ ഇത്ര വിട്ടുകൊടുത്തിട്ടുണ്ടല്ലേ ഇവർക്കൊക്കെ. പിന്നെ വലുതായി കഴിഞ്ഞപ്പോഴുള്ള കസിൻ റൈവൽറി ഒക്കെ വന്നു. So I was just thinking I should have been more personal in my എന്താ പറയുക ഷോയിങ് മൈ ലവ് എന്ന് ഞാൻ വിചാരിച്ചു. അതായത് എൻ്റെ പേഴ്സണൽ തിങ്സ് എനിക്ക് എൻ്റെ അടുത്ത് തന്നെ വയ്ക്കാമായിരുന്നു. വൈ ഡിഡ് ഐ ഷെയർ ഇറ്റ് വിത്ത് ദം എന്ന് ഇപ്പോൾ തോന്നുകയാണ്. വെറുതെ ഒരു ചിന്ത ഞാൻ പങ്കുവെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. കാരണം ഞാൻ ഈ ക്ലോത്ത്സ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ക്ലോത്ത്സ് നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല. ക്ലോത്ത്സിൽ ഈ അണുക്കളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ നമ്മളാരും നമ്മുടെ അണ്ടർവയേഴ്സ് ഷെയർ ചെയ്യാറില്ലല്ലോ. അതുപോലെ തന്നെയല്ലേ നമ്മളുടെ ശരീരത്തിൽ മുട്ടിക്കിടക്കുന്നത്. ഇപ്പോൾ സാരി ഇറ്റ്സ് ഓക്കെ, എനിവൺ കെൻ വെയർ, കാരണം അതിനകത്ത് ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് കുറവല്ലേ. പക്ഷേ ശരീരമായിട്ട് മുട്ടിക്കിടക്കുന്ന ഇപ്പോൾ ഈ ബ്ലൗസൊക്കെ ഞാനിടുന്ന ഇത് എൻ്റെ ആംപിറ്റിൽ മുട്ടിക്കിടക്കുന്നത് ഐ ഡോണ്ട് വാണ്ട് എനിവൺ ടു വെയർ ഇറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ ഈ ഒറ്റക്കുട്ടികൾ മാത്രമല്ല ചിന്തിക്കുക, എല്ലാവരും ഹൈജീനെ പറ്റി ചിന്തിക്കുന്നതുകൊണ്ട്. സോ ചിലരെന്താ വിചാരിക്കാന്ന് അറിയോ ഒറ്റക്കുട്ടികളെ പറ്റിയിട്ട്? ഇവർക്കെന്ത് സുഖം, ഇവർക്ക് ഈ അച്ഛൻ്റെ അമ്മയുടെ സ്വത്തൊക്കെ സ്വന്തമായിട്ട് കിട്ടുമല്ലോ, അത്രയും കടന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാവും. അങ്ങനെയല്ല അത്. അവർക്ക് ചില സമയങ്ങളിൽ അവർക്കൊരു ഹെൽപ്പ് വേണമെങ്കിൽ, അച്ഛന് ഒരു അസുഖം വന്നോന്നിരിക്കട്ടെ, ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ അച്ഛനൊരു അസുഖം വന്നപ്പോൾ ഞാൻ കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കി. എൻ്റെ ബ്രദർ വരാനായിട്ട് കുറച്ച് സമയം എടുത്തു മദ്രാസിൽ നിന്ന് വരാൻ. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഓൾറെഡി ഐ വാസ് ഹിയർ. സോ അപ്പം ഞാനുണ്ടായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞ് ഞാൻ മദ്രാസിലേക്ക് എനിക്ക് പോകേണ്ടി വന്നപ്പോൾ എൻ്റെ ബ്രദർ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാറിയാണ് കാര്യങ്ങൾ ചെയ്തത്. പിന്നെ ആ സമയത്ത് പൈസ ഞാൻ എടുത്തു, കുറച്ച് എൻ്റെ ബ്രദർ എടുത്തു, പിന്നെ കുറേ ഞാൻ എടുത്തു, പിന്നെ കുറേ എൻ്റെ ബ്രദർ എടുത്തു. അങ്ങനെ മാറി ഒരാളുടെ കയ്യിൽ എത്ര ഫിനാൻസ് ഉണ്ടോ അതനുസരിച്ചിട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ നല്ല ഫിനാൻഷ്യൽ പൊസിഷനിൽ എൻ്റെ ബ്രദറായപ്പോൾ ഐ എം നോട്ട് പ്രൊവൈഡിങ് എനിത്തിങ് ടു മൈ പേരൻസ്, എല്ലാം എൻ്റെ ബ്രദർ നോക്കിക്കോളും. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്കൊരു ഹെൽപ്പ് കിട്ടിയില്ലേ. അത് ഈ ഒറ്റക്കുട്ടിക്ക് കിട്ടില്ല. ആ കുട്ടി തന്നെ, അത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും, ബിക്കോസ് ഷീ ഈസ് ഇൻഹെറിറ്റിംഗ് the property of her parents, she is obliged to do that. അത് ഈ ഒറ്റക്കുട്ടികളെ വിവാഹം കഴിക്കുന്ന ആൾക്കാർ അത് ചിന്തിക്കണം. ഈ അച്ഛനും അമ്മയും ഫുൾ പെൺകുട്ടികളാണെങ്കിൽ ആരോ പറയണ്ടായിരുന്നു, ഈ അമ്മായിയമ്മമാർക്കൊരു ചിന്തയാണ്, ഞങ്ങൾ ചോരയും നീരെ ചെയ്തുണ്ടാക്കിയ മകനല്ലേ എന്ന്. അപ്പോൾ ഈ പെൺകുട്ടികളോ അവരും ചോരയും നീരും ആയിട്ട് ഉണ്ടാക്കപ്പെട്ട മകളാണ്. ആ കുട്ടികളെ ഒരിക്കലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. അവരുടെ അച്ഛനും അമ്മയ്ക്കും രോഗങ്ങൾ വരാം, അവരുടെ അച്ഛനും അമ്മയും വയസ്സായിക്കൊണ്ടിരിക്കും. സോ ഈ പെൺകുട്ടികൾ ഒറ്റക്കുട്ടികളാണെങ്കിൽ അവർക്ക് കൂടുതൽ സപ്പോർട്ട് സ്പൗസിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാവണം. കാരണം സ്പൗസ് ഇസ് ഗോയിങ് ടു ഗെറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് ദാറ്റ് അല്ലേ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം വിവാഹം കഴിച്ചാൽ മതി ഒറ്റക്കുട്ടികളെ. ആരാണിപ്പോൾ നിർബന്ധിക്കുന്നത്? നിങ്ങൾ എന്താ പറയുക, ദത്ത് നിൽക്കണം എന്നുള്ള ആ ഒരു അവസ്ഥയൊന്നുമല്ല പറഞ്ഞേ. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ
എൻ്റെ ഭാര്യയെ ഞാൻ അവിടെ വിടും, എന്തായാലും അമ്മ പേടിക്കരുത് എന്നുള്ള അഷുറൻസ് നിങ്ങൾ ആ മാതാപിതാക്കന്മാർക്ക് കൊടുക്കണം. അവരിൽ ആരെങ്കിലും ഒറ്റപ്പെട്ട് പോവുകയാണെങ്കിൽ, അവരിൽ ഒരാൾ നേരത്തെ പോവുകയാണെങ്കിൽ പോവുമല്ലോ, സ്വാഭാവികമായിട്ട് രണ്ടുപേരും ഒരേ സമയത്ത് പോകാൻ സാധ്യത കുറവാണ്. ആരെങ്കിലും ഒരാൾ സർവൈവർ ആയിക്കഴിഞ്ഞാൽ അവരെ ചേർത്ത് പിടിക്കൂ. എത്രയും നാളെന്ന് വെച്ചിട്ടാണ് അവർ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടത് അല്ലേ? അവരെ ചേർത്ത് അത് ഇഷ്ടമില്ലാത്തടത്ത് പോരുത് കേട്ടോ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാമല്ലോ, എൻ്റെ ജീവിതം തന്നെ ഞാൻ പറയാറില്ലേ, അത് ഇഷ്ടമില്ലാത്ത മദർ ഇൻ ലോസും ഉണ്ടാകും. അവർക്ക് കൂടെ നിൽക്കുന്നതൊന്നും ഇഷ്ടമല്ല, അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയാണോ എന്ന് തോന്നലുള്ളവർക്ക് അത് കൊടുക്കണ്ട. അവർക്ക് ആ ഫ്രീഡമാണ് വേണ്ടെന്നുള്ളത്, അത് വിട്ടു കൊടുത്തോളൂ. കാരണം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് വിൽ ബിക്കം എ മെസ്. അപ്പോൾ അതുണ്ട്. അപ്പോൾ ഒറ്റക്കുട്ടികളെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർ വളരെയധികം ശ്രദ്ധിക്കണം. അവരെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് അതിനകത്തേക്ക് അങ്ങനെയുള്ള വിവാഹത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം എന്തായിരുന്നു ഞാൻ പറയാമെന്ന, ഈ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലേ അവർക്ക് അസുഖം വന്നാലും ഒരു സിബ്ലിംഗ് ഉണ്ടാവില്ലല്ലോ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്, അതൊരു വിഷമം ഉണ്ടാവും. അപ്പോൾ ഒരു ബോണ്ടിങ് ഏതെങ്കിലും ഒരു കസിൻസൊക്കെ ആയിട്ട് അവർ തന്നെ ശ്രദ്ധിക്കണം ഉണ്ടാക്കാനായിട്ട്. ഈ ഒറ്റക്കുട്ടി തന്നെ ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ മകളോട് എപ്പോഴും പറയുമ്പോൾ, എനിക്ക് ആഗ്നേയ മോനുണ്ടല്ലോ അങ്ങനെ പറയും, എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ മോനുണ്ടല്ലോ അങ്ങനെ പറയും. അങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും, ആ കുട്ടി അത് വലുതായി വരണ്ടേ, അപ്പോഴേക്കും നിനക്കൊരു കുടുംബം ഉണ്ടാവണല്ലേ നല്ലതെന്ന് ചോദിക്കും. ബിക്കോസ് ഷീസ് അഗൈൻസ്റ്റ് മാരേജ് അല്ലേ, എന്ത് ചെയ്യാനാ? അതൊക്കെയാണ് ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് മാറുമായിരിക്കും ഒരു പക്ഷേ, അറിഞ്ഞൂടാ. എനിക്ക് തന്നെ ചില ക്വസ്റ്റ്യൻസ് അതിന് ആൻസർ ഇല്ല. പക്ഷേ ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്ന് മാത്രം. നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ അതിൽ നിന്നും ഉത്തരം കണ്ടെത്താനാണ് ഞാൻ ശ്രമിക്കുന്നത് എൻ്റെ ഈ ടോക്സ് വഴി. എല്ലാത്തിനും ഞാൻ ചോദ്യം ഉത്തരമായിട്ടല്ല കേട്ടോ വരുന്നത്, ഞാൻ ചോദ്യങ്ങൾ മാത്രമായിട്ട് കൂടെ ഇവിടെ വരും. ചില സമയത്ത് എൻ്റെ വിസ്മയങ്ങളായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. ചില സമയത്ത് എനിക്ക് അയ്യോ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അവസ്ഥകളിൽ ഞാനും പോയിട്ടുണ്ടല്ലോ. അതാണ്. അപ്പോൾ ഒറ്റക്കുട്ടിയാണോ നല്ലത്, 2 കുട്ടികളാണോ നല്ലത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് സാമ്പത്തികമൊക്കെ ഉള്ളവരാണെങ്കിൽ 2 കുട്ടികളാണ് നല്ലത്. കാരണം 2 കുട്ടികളുണ്ടെങ്കിൽ ആ ഒരു കുട്ടിക്ക് ഒരു തുണയാവുകയും ചെയ്യും, ഈ കുട്ടിയുടെ സ്വാർത്ഥത കുറയുകയും ചെയ്യും അല്ലേ? പിന്നെ നെടുനീളം അവർ നമ്മുടെ ലൈഫിൽ ഒരു സപ്പോർട്ടായിരിക്കില്ലേ? ഇപ്പം എൻ്റെ ബ്രദറിനെ പോലെയും എന്നെ പോലെയും ഇല്ലേ? അരവിന്ദൻ്റെ ബ്രദറും സപ്പോർട്ടീവ് ആണ്, സിസ്റ്റർ അത്ര സപ്പോർട്ടീവ് അല്ല. മേ ബി അത് വേറൊരു ടൈപ്പായിരിക്കും. അത് ഒറ്റക്കുട്ടി സിൻഡ്രോമിൽ ഒറ്റ മോളായതുകൊണ്ട്, മകളായിട്ട് ഒരെണ്ണല്ലേ, ഡോക്ടറല്ലേ, അവർ ബ്രദേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവാണ്. അത് പറയേണ്ട കാര്യമാണ്. സോ അവർക്കും ഒരു സിബ്ലിംഗ് ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു സപ്പോർട്ടീവ് നേച്ചർ ഉള്ളത് അല്ലേ? സോ ഇന്നത്തെ ടോക്ക് ഇതാണ്. ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ മനസ്സിൽ ചിന്തകളിൽ വരുന്നതൊന്ന് ഇവിടെ പെൻ ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്യുക. സോ ദാറ്റ് ഐ ക്യാൻ റീഡ്. ഞാൻ പറയുന്നതിൽ വാസ്തവമുണ്ടോ, അല്ലെങ്കിൽ അതിൽ ഇനിയും ആഡ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്യണേ താഴെ. ബിക്കോസ് ഞാൻ ഒറ്റക്കുട്ടി അല്ലാത്തതുകൊണ്ടേ എനിക്ക് 2 കുട്ടികളുടെ പോസിറ്റീവ് തിങ്സാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കുട്ടിയുടെ ഞാൻ എൻ്റെ മകളിൽ നിന്ന് കണ്ട ക്യാരക്ടേഴ്സാണ് ഞാൻ പറയുന്നത്. പിന്നെ കുറേ പേരൊക്കെ എനിക്ക് മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ടല്ലോ, ഒരു കുട്ടിയാണ് ചേച്ചി ഇങ്ങനെയൊക്കെയാണ് പ്രോബ്ലംസ് എന്നൊക്കെ, അതിൽ നിന്നൊക്കെ ഇൻഫർ ചെയ്തിട്ട് ഞാൻ പറയുകയാണ്. പക്ഷെ ഒരിക്കലും നിങ്ങൾ ആ മാതാപിതാക്കന്മാരെ കൈവിടരുത്. അത് ഒട്ടും ആശ്വാസ്യമല്ല. കാരണം അവരും അവരുടെ മകൾ എന്ന് പറയുന്നത് അവർക്ക് ആകെയുള്ള സ്വത്തപ്പം അതല്ലേ. അപ്പം എൻ്റെ കാര്യത്തിലും അതൊക്കെയാണ് സംഭവിക്കുക എന്ന് എനിക്കറിയാം. എനിക്ക് ഒരേ ഒരു മകളല്ലേ, അപ്പം ഞാനും അങ്ങനെ ചിന്തിക്കില്ലേ എന്നെ നോക്കാൻ അവളുണ്ടാകാം എന്ന്. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന വേറെ ലൈനിലാണ് കേട്ടോ ഞാൻ ചിന്തിക്കുന്നത്. ഐ എം തിങ്കിങ് അബൌട്ട് എൻ ഓൾഡ് ഏജ് ഹോം. അതൊക്കെ ഉണ്ട് എനിക്ക് മനസ്സിൽ. ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് ഹോം വിത്ത് മൈ എന്താ പറയുക സ്വാതന്ത്ര്യം, എനിക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളുള്ള റിട്ടയർമെൻറ്റ് ഹോംസ് ഒക്കെ ഉണ്ടാവില്ലേ. നമ്മുടെ പിയർ ഗ്രൂപ്പ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. ഇപ്പോൾ ഈ യൂട്യൂബിൽ സംവദിക്കുന്നതിന് പകരം നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന കുറേ ആളുകളുണ്ടാവും അവിടെ അല്ലേ. ഇപ്പോഴും ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ എൻ്റെ യൂട്യൂബിൽ വന്ന് കാണാം. എൻ്റെ ടോക്സ് ഇഷ്ടപ്പെടുന്നവരെന്ന് പറഞ്ഞാൽ ലൈക്ക് മൈൻഡഡ്നെസ് ഉള്ളതുകൊണ്ടാണല്ലോ. അപ്പോൾ അതേപോലുള്ള ആളുകൾ ജീവിക്കുന്ന ഗ്രൂപ്പ് റിട്ടയർമെൻറ്റ് ഹോംസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ കൂടുതൽ നമ്മൾ ഫോഴ്സ് ചെയ്യാനും നമുക്ക് പറ്റില്ല. ഇതൊക്കെ നല്ലതായിരിക്കാം എന്നൊക്കെ നല്ല ചിന്തിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ടോർച്ച് വെളിച്ചത്തിൽ ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. ടോർച്ചിൻ്റെ വെട്ടം എവിടം വരെ പോകുന്നു ആ പാതയിലൂടെ അത്രം വരെ സഞ്ചരിക്കുക, അത് കഴിഞ്ഞ് അടുത്ത ടോർച്ച് വെട്ടത്തിൽ അത്ര വരെ സഞ്ചരിക്കുക. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അഭികാമ്യവും. സോ ദാറ്റ് ഓവർ തിങ്കിങ് ഉണ്ടാവില്ല. ഓവർ തിങ്കിങ് ഇല്ലെങ്കിൽ നല്ല സുഖമായിട്ട് ഉറങ്ങാം. ഇടയ്ക്കൊക്കെ ഗുരുവായൂർ പോയിട്ട് ഒന്ന് റീചാർജ് ചെയ്താൽ മതി, EV വെഹിക്കിളൊക്കെ പോലെ അല്ലേ. സോ I'll come with another talk tomorrow.
ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ആരാണല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ? ആരും ഇല്ലായിരിക്കും. കാണുന്നവരെല്ലാം സബ്സ്ക്രൈബേഴ്സാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഒരു ലൈക്ക് തന്നോളൂ. താങ്ക് യു.